വെച്ചാൽ നമുക്ക് ജീവിതത്തിലൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അത് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കാറുണ്ടാവും. അപ്പോൾ പ്രയത്നിക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും നമുക്ക് സാധിക്കാതെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രയത്നിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നമ്മളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അങ്ങനെ ഞാൻ പ്രയത്നിച്ച് വാങ്ങിയൊരു സംഭവത്തിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ കൂടുതലും ഇപ്പോൾ ഒരു 24-30 വയസ്സ് താഴെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ബൈക്കോ മൊബൈലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെയൊക്കെ ഈ പ്രായത്തിൽ ഞാൻ ഒരു 24 വയസ്സിൽ പൂനെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ബൈക്ക് വാങ്ങിയൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ പൂനെയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവിടെ മഹാരാഷ്ട്ര പൂനെ ഹൈവേയിൽ കറവേ റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഹൈവേയിൽ ഞങ്ങൾ ബസ്സിൽ പോകുമ്പോൾ ഇപ്പോൾ ഏതാണ്ടൊരു 12 വർഷം മുന്നേ ഉള്ള കേസാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഇപ്പോൾ ആൾക്കാർക്കെല്ലാം അറിയാവുന്നത് റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ബൈക്ക് ലോഞ്ച് ചെയ്യുന്നത്. അതായത് ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ റീലോഞ്ച് ചെയ്യുന്നത്, അതായത് ക്ലാസിക് 350 എന്ന് പറഞ്ഞ ബൈക്ക് ലോഞ്ച് ചെയ്തു. അന്ന് സ്റ്റാൻഡേർഡും 350 കൂടെ ഒരുമിച്ച് പ്രിൻസ്പാർക്ക് എഞ്ചിനിൽ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇപ്പോഴത്തെ എഞ്ചിൻ മാറിയിട്ടുണ്ട്, അന്ന് പ്രിൻസ്പാർക്ക് എഞ്ചിനിലാണ്. അതിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ യൂസ് ചെയ്തപ്പോഴാണ് അതൊക്കെ മനസ്സിലായി. ഇപ്പോൾ എന്നിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഈ ഷോറൂമിൽ നിന്ന് കണ്ടു. അപ്പോൾ ഷോറൂമിൻ്റെ ഇപ്പോഴത്തെ അതേ സ്ട്രക്ചർ തന്നെയാണ്, ഗ്ലാസ് ഇട്ടിട്ട് ഉള്ള ഇതാണ്, നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ വണ്ടി കാണാൻ പറ്റും. അപ്പോൾ ഞാനങ്ങനെ അത് കാണാൻ വേണ്ടി ബസ്സിൽ കണ്ടു. ഒരു ദിവസം ഞാനങ്ങനെ ബസ്സിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി, അതായത് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഇറങ്ങി കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് അവിടെ ഇറങ്ങി പുറത്തുനിന്ന് കണ്ടു. അപ്പോൾ പുറകിൽ വേറെ നമ്മുടെ ഇതുപോലെ തന്നെ കമ്പനി വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കയറി ജസ്റ്റ് നോക്കിക്കൊണ്ട് പോകും. ഒരു ദിവസം ഞാൻ ലീവ് എടുത്ത് വണ്ടി കാണാൻ വേണ്ടിയിട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം അന്ന് 1,32,000 രൂപയാണ് അതിൻ്റെ അന്നത്തെ റേറ്റ്. ലോഞ്ച് ചെയ്തപ്പോൾ റേറ്റ് 1,30,000 കാര്യങ്ങളെല്ലാം ഇതാക്കി. അപ്പോൾ വാങ്ങണമെന്നുള്ള ആഗ്രഹം അത് കണ്ടപ്പോൾ അന്ന് നല്ല മസ്കുറലായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഇതിൽ അത്ര നല്ല വണ്ടികളൊന്നും നമുക്ക് അത്ര ഒരു മോഡേൺ ആയിട്ടുള്ള വണ്ടികളൊന്നും നമ്മൾ ആ 10-12 വർഷത്തിൽ ഇപ്പോൾ പൾസറോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് വാങ്ങണമെന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലാകെ 4 ഷോറൂമുള്ളൂ. ഒന്ന് തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, പിന്നെ എറണാകുളത്തെ ഷോറൂമാണ്. അപ്പോൾ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വണ്ടി ബുക്കിങ്ങൊക്കെ ഇതായപ്പോൾ ഈ ഫസ്റ്റ് ലോട്ട് കിട്ടാനില്ല. അപ്പോൾ 5,000 കൊടുത്ത് കഴിഞ്ഞ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ വെയിറ്റ് ചെയ്യണം, വണ്ടി കിട്ടണമെങ്കിൽ 1 ഇയർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഭയങ്കരമായിട്ട് നിരാശ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആയിട്ട് പൈസ ഉണ്ട്, പക്ഷെ വാങ്ങാനുള്ള ഇതില്ലാതായി പോയപ്പോൾ. അപ്പോൾ ഞാൻ പുനൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എൻ്റെ കൂടെ വേറെ ഒരു 3 സ്റ്റാഫുകളോടെ ഉണ്ട്, മലയാളി സ്റ്റാഫുകളാണ്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു കസിൻ ബ്രദർ ഈ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5,000 കൊടുത്ത് ബുക്ക് ചെയ്തിട്ടപ്പോൾ അവനത് വാങ്ങാൻ പറ്റാത്ത ഡൗൺ പേയ്മെൻറ്റ് ഒരു 35,000 കൊടുക്കണം. അപ്പോൾ അവനത് ഇല്ലാത്തതുകൊണ്ട് വേറെ ആൾക്ക് മറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് കിട്ടും. അപ്പോൾ ഞാനും എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു 25,000 രൂപ തരാനാണെങ്കിൽ ഞാൻ അനിയനോട് സംസാരിച്ചിട്ട് അത് വേണമെങ്കിൽ ചേട്ടന് വാങ്ങി തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നമ്മൾ നോക്കി നമുക്ക്. അപ്പോൾ ചേട്ടനെ വിളിച്ചപ്പോൾ ഓൾറെഡി 2 പേർക്ക് കൊടുക്കാൻ 25,000 കൊടുക്കണം. അപ്പോൾ 30,000 രൂപ ഞാൻ തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 30,000 കൊടുത്തു. കിട്ടാത്തിരുന്ന ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് പ്രയത്നിച്ച് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു നമ്മുടെ ഈ എന്താ പറയുക ഈ യൂണിവേഴ്സ് നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് നേരെ ലീവൊക്കെ അറേഞ്ച് ചെയ്ത് ഈ സമയത്തിന് ഫസ്റ്റ് ലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ മരക്കാർ മോട്ടോഴ്സ് വടക്കേ സ്റ്റാൻഡിൻ്റെ സൈഡിലാണ് ആ ഷോറൂം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലീവ് എടുത്ത് നേരെ അങ്ങോട്ട് ചെന്നു. ഫസ്റ്റത്തെ അതായത് ആദ്യത്തെ ലോട്ടിൽ രണ്ടാമത്തെ ഫസ്റ്റ് റെഡി ക്യാഷ് പേയ്മെൻറ്റിൽ ഞാനാണ് മരക്കാർ മോട്ടോഴ്സിന് ആദ്യമായിട്ട് ആ വണ്ടി കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ, നന്നായിട്ട് പ്രയത്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും നല്ല ആഗ്രഹങ്ങളോടുകൂടി നന്നായിട്ട് പ്രയത്നിച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് സാധിക്കാൻ സാധിക്കും.